ഹിന്ദുത്വ തീവ്രവാദികളുടെ വിദ്വേഷത്തിനും വർഗീയതയ്ക്കുമെതിരെ സംസാരിച്ച നിർഭയ മാധ്യമ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിരുന്ന ഗൗരി ലങ്കേഷിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 7 വർഷം. സെപ്റ്റംബർ 5 ബംഗളൂരിലെ രാജരാജേശ്വരി നഗറിലെ വീടിന് മുന്നിൽ വെച്ച് ഗൗരി ലങ്കേഷ് ഹിന്ദുത്വ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു. 3 വെടിയുണ്ടകളാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ചത്. 2 വെടിയുണ്ടകൾ അവരുടെ നെഞ്ചിലും മറ്റൊന്ന് പിൻവശത്തും തുളഞ്ഞുകയറി. ജോലി കഴിഞ്ഞു മടങ്ങിയ ഗൗരിയെ വീടിന് മുന്നിൽ വെച്ചാണ് ബൈക്കിലെത്തിയ 2 വർഗീയ ഭീകരർ കൊലപ്പെടുത്തിയത്. ഫാസിസത്തിനോട് സമരസപ്പെടാത്ത ധീരവനിതയെ നിശബ്ദമാക്കാൻ സംഘപരിവാറിന് പ്രയോഗിക്കേണ്ടി വന്നത് അരും കൊലയുടെ അനീതിയുടെ രാഷ്ട്രീയമാണ്. ഗൗരി ലങ്കേഷിന്റെ കൊലപാതകം രാജ്യത്ത് വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഐ ആം ഗൗരി എന്ന പോസ്റ്റർ ഇന്ത്യയുടെ പല തെരുവുകളിലും ക്യാമ്പസുകളിലും പ്രത്യക്ഷപ്പെട്ടു. രാജ്യത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഗൗരി നടത്തിയ മാധ്യമ പ്രവർത്തനം അത്രയേറെ മൂർച്ചയുള്ളതായിരുന്നു. 1 വർഷം കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കേസിലെ 17 പ്രതികളെ പിടികൂടി. എന്നാൽ ഇന്ന് 7 വർഷം പിന്നിടുമ്പോഴും കേസിന്റെ വിചാരണ അവസാനിച്ചിട്ടില്ല. 530 സാക്ഷികളിൽ ഇതുവരെ വിസ്തരിച്ചത് 137 പേരെ മാത്രം. വിവിധ കോടതികളിലായി കേസുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന അപ്പീലുകൾ നിരവധി. കൃത്യമായ അജണ്ടയോടുകൂടി ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകത്തെ മറയ്ക്കാൻ ഭരണകൂടം കൂട്ടുനിൽക്കുന്ന ഭീകരമായ ചിത്രം. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ഉയർച്ചയ്ക്കും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചിട്ടും ഗൗരി നടത്തിയ പോരാട്ടങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും ഇല്ലാതാക്കാൻ സാധിക്കാതെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. വലതുപക്ഷ ഭീകരതയ്ക്കെതിരെ സംസാരിച്ച ലങ്കേഷ് പത്രികയും ഗൗരി ലങ്കേഷും നിരവധി പേരുടെ കണ്ണിലെ കരടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെയായിരുന്നു ഗൗരി മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് പിതാവിന്റെ മരണത്തോടെ ബംഗളൂരുവിൽ തിരിച്ചെത്തി കന്നഡ ടാബ്ലോയിഡ് വാരികയായ ലങ്കേഷ് പത്രിക നടത്തിക്കൊണ്ടുപോന്നു. പിന്നീട് അത് ഗൗരി ലങ്കേഷ് പത്രികയായി 2000-ൽ പുറത്തിറങ്ങി. സർക്കാരിൽ നിന്നോ കോർപ്പറേറ്റുകളിൽ നിന്നോ പരസ്യം സ്വീകരിക്കാതെ കുടുംബത്തിന്റെ പ്രസാധക കമ്പനിയായ ലങ്കേഷ് പ്രകാശനയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചായിരുന്നു പത്രികയുടെ പ്രവർത്തനം. BJP നേതാക്കൾക്കെതിരെ നൽകിയ അഴിമതി വാർത്തകൾ, ഹിന്ദുത്വ ആശയങ്ങൾക്കെതിരെ നിരന്തരം നടത്തിയ വിമർശനങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് ഗൗരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. കേസിന്റെ വിചാരണയുടെ തുടക്കത്തിൽ തന്നെ നക്സലുകൾ നടത്തിയ കൊലയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളുമുണ്ടായി. പലവിധ പ്രചാരണങ്ങളും സംഘപരിവാർ സംഘടനകൾ നടത്തി. ശക്തമായ സാക്ഷിമൊഴികളും CCTV ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു കേസിന്റെ കാര്യമാണ് ഈ സ്ഥിതിയിലെന്ന് നാം ഓർക്കണം. 2018 മാർച്ചിൽ ഹിന്ദു യുവസേന പ്രവർത്തകനായ നവീൻ കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 8 മാസങ്ങൾക്കിപ്പുറം 2018 നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ അമോൽ ഖാലെ, സുജിത് കുമാർ, അമിത് ദുഗ്ഗേകൾ എന്നിവരുൾപ്പെടെ 18 പേരെയാണ് പ്രതികളായി ഉൾപ്പെടുത്തിയത്. ഇവരെല്ലാവരും സനാതൻ സംസ്ഥ, ശ്രീറാം സേന എന്നീ തീവ്ര വലത് സംഘടനകളുമായി ബന്ധമുള്ളവർ. എന്നിട്ട് 7 വർഷങ്ങൾക്കിപ്പുറവും ഗൗരിക്ക് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇക്കഴിഞ്ഞ മാസമാണ് കേസിലെ 3 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. വിചാരണ വൈകുന്നതിന്റെ പേരിലായിരുന്നു അത്. കർണാടകയിൽ കോൺഗ്രസ് ഭരണം വന്നതിനു ശേഷം കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അതിവേഗ കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവായെങ്കിലും ഇതുവരെ അത് സാധ്യമായിട്ടില്ല. ഭരണകൂടം നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന കൊലപാതകവും കലാപവുമെല്ലാം എവിടെ എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കാമെന്ന കാര്യം ഗൗരി ലങ്കേഷിന്റെ 7ാം രക്തസാക്ഷിത്വ ദിനത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. 7.65 mm പിസ്റ്റൽ ചൂണ്ടി വർഗീയ ശക്തികൾ ഇന്നും നമ്മുടെ മതേതര ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നേരെയുണ്ട് എന്നുള്ളതും നാം മറന്നുകൂടാ.